ചുൾബുൾ, നീ പോയി വായുവിൽ നിന്റെ ഷോ കാണിക്ക്. എന്നിട്ട് അവരുടെ ശ്രദ്ധ തിരിക്ക്. ആ സമയം കൊണ്ട് ഞാൻ മിസൈലിന്റെ കാര്യം ഒന്ന് നോക്കട്ടെ. ഓക്കേ വീർ. ബോസ് ബോസ്, ഒന്നിങ്ങോട്ട് വരൂ. ഇത് കണ്ടില്ലേ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്ക്. എന്റെ അമ്മേ, ഇതെന്തായി സംഭവം? ഇതൊക്കെ ഇംഗ്ലീഷ് സിനിമകളിലല്ലേ നടക്കാറുള്ളൂ. ഇന്നത് റിയൽ ലൈഫിൽ സംഭവിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് തീർച്ചയായും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആരോ ഒപ്പിച്ചു വെച്ച പണിയാണ്. ഞാൻ മിസൈലിന്റെ അടുത്തേക്ക് പോവാണ്, നിങ്ങൾ ഇവിടെ നിൽക്കേ. ഓ, അപ്പൊ നീ ആയിരുന്നോ? അതേലിട്ട് കുത്തിയത് മതിയടാ കൊച്ചനെ. കോബ്രയുടെ ഏറ്റുമുട്ടുന്നു നീ. പിടിച്ചോ, കോബ്രയുടെ പഞ്ച് പിടിച്ചോ. നമുക്ക് ഇവന്റെ പുറത്ത് കയറിയിരുന്നാലോ? ഇവൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാലോ? ഇത് കൊള്ളാലോ, ഇത് ഒറിജിനൽ കഴുത തന്നെ. റോക്കറ്റ് ഓണാക്കാം. ഞാനെല്ലാം കണ്ടു വീർ. നീ നിന്റെ പേര് പോലെ തന്നെയാ, ശരിക്കൊരു വീരൻ തന്നെ. നീ ഇവിടെ നിന്ന് എന്തായി നോക്കുന്നത്? ഒന്നുമില്ല, നിനക്കെന്താ? നീ പോയി നിന്റെ ജോലി ചെയ്യേ. എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ റോക്കറ്റിനെ പോലെ ആകാശത്തു കൂടെ പറന്നു നടക്കുന്നത്? അല്ലല്ലേ, ആരാ നീ? എന്നെ വിട, എന്നെ വിടാൻ. അയ്യോ, വേണ്ട വേണ്ട, എന്നെ പിടിക്ക. ഇതാ ഞാൻ പിടിച്ചു. എന്തിനാ എന്നെ കൺഫ്യൂസ് ആക്കുന്നത്? ഇടയ്ക്ക് പറയും പിടിക്കാൻ, ഇടയ്ക്ക് പറയും എന്നെ വിടയെന്ന്. അല്ല എമിലി, നീയോ? നീ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എന്താണ് വീർ? ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അയ്യോ, എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ജിൻടു ആണ്. ജിൻടു ഒരു ജിന്നാണ്, അതുകൊണ്ട് അവൻ കുറച്ച് ടൈം പാസ് ചെയ്യാ. ആ ശരി ശരി, എൻജോയ് ചെയ്തോ. ആൻഡ് ഡോണ്ട് വെറി, ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പോയി പറയില്ല. നിങ്ങൾക്കെല്ലാം ആകാശത്തു കൂടെ പറക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഇന്ന് പൂർത്തിയാക്കി തരാം. ജിൻടു, ആരെങ്കിലും കണ്ടാ നമ്മൾ എന്ത് ചെയ്യും? വേഗം ഞങ്ങളെ താഴെ ഇറക്ക്. ഇവന്റെ ഒളിഞ്ഞ നോട്ടം കാരണം ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ, അല്ലേ വീർ? അയ്യോ, വേണ്ട 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 വേണ്ട, എന്നോട് ക്ഷമിക്കേ പ്ലീസ്. എന്നോട് ക്ഷമിക്കേ, എന്നോട് ക്ഷമിക്കേ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ എന്റെ ചെവിയിൽ പിടിച്ച് നിങ്ങളോട് സോറി പറയാം. സോറി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കില്ല. ഇനി ഞാൻ ഒരിക്കലും ഒളിഞ്ഞു നോട്ടം കോമിക്സ് പോലും വായിക്കില്ല. പ്ലീസ് പ്ലീസ്, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. പകടം പകടം ആനം പാനം, നിന്റെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇതുവരെ നീ ഇവിടെ കണ്ടതെല്ലാം നിന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. അവൻ ഓടുന്നു, പിടിക്കേ. അല്ല, ഇത് എവിടുന്നാ ഈ ശബ്ദം വരുന്നത്? എന്ത് പറ്റി ചേച്ചി? ഒന്ന് വരണേ, അവൻ എന്റെ ബാഗും കൊണ്ട് പോന്നേ. അവൻ എന്റെ ബാഗ്
ഞാൻ എന്തിനാ എന്റെ കൂട്ടുകാരനെ വിട്ടിട്ട് വന്നത്? ഇനി അവനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? കഴിഞ്ഞല്ലോ. ചെല്ലു എന്റെ റോബോട്ട് ബേർഡ്. ചുൾബുൾ എവിടെയാണെങ്കിലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. വീർ, നീ ഇത് എന്താ ഉണ്ടാക്കിയത്? ഇതെങ്ങനെയാ ചുൾബുളിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്? ഈ റോബോട്ടിക് ബേർഡിനകത്ത് ഞാൻ ചുൾബുളിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദേ ഇത് കണ്ടില്ലേ? ഇത് എല്ലാ ഡോങ്കിയുടെ അടുത്തും പോയിട്ട് ചുൾബുളിന്റെ പേര് വിളിക്കും. വാവ്! വീർ, നീ പേരുകൊണ്ട് മാത്രമല്ല ശരിക്കും ഒരു വീരനാണ്. ഞാനാണ് ചുൾബുൾ. പക്ഷെ നീ ആരാണ്? യെസ്, ചുൾബുളിനെ കിട്ടിപ്പോയി. ചുൾബുൾ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. പക്ഷെ നീ ഇപ്പൊ എവിടെയാണെന്ന് പറ. ഞാനിവിടെ അലക്കുന്ന സ്ഥലത്താ ഉള്ളത്. എന്നെ ഈ അലക്കാരെ പിടിച്ചു വെച്ചേക്കുവാ. പ്ലീസ് വേഗം വാ വീർ, അവസ്ഥ വളരെ മോശമാണ്. ആ ഞാൻ വരാലോ, നീ വിഷമിക്കണ്ട. ഈ കഴുത ആ കുഞ്ഞു കിളിയുമായിട്ട് എന്തായി സംസാരിക്കുന്നേ? എന്തോ പന്തി കേടുണ്ട്. ഈ കഴുത എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇവിടെ എവിടെയെങ്കിലും ചുൾബുളെന്ന പേരുള്ള ഒരു ഡോങ്കി ഉണ്ടോ? അവൻ ഭയങ്കര ഹെൽത്തിയും സ്മാർട്ടുമാ. അങ്കിൾ അവനെ കണ്ടായിരുന്നോ? അതെ ഞാൻ കണ്ടല്ലോ. അവൻ അവിടെ ആ എൻഡിലൊരു അലക്കുകാരനുണ്ട്. അവന്റെ കയ്യിലാണുള്ളത്. താങ്ക് യു. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ കഴുതി എവിടുന്ന് കൊണ്ടുപോ. അതിന്റെ യജമാൻ ഇവിടെ ഉണ്ട്. അയാൾ എങ്ങാനും കണ്ട ആകെ പ്രശ്നമാവും. താൻ ടെൻഷനൊന്നും അടിക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും അവനെ കൊണ്ടുപോകാൻ സാധിക്കില്ല, മനസ്സിലായോ? വീർ, വീർ, എന്നെ രക്ഷിക്കൂ വീർ, ഞാൻ ഇവിടെയാണ്. ചുൾബുൾ! ചുൾബുൾ, ബോൾ ഇങ്ങോട്ട് അടിക്ക്. ഇങ്ങോട്ട്. ആദ്യം ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് കഴിച്ചോട്ടെ. ഓഹോ, ബോളിതേ വണ്ടിക്കടിയിൽ പോയി. ഇനി ഈ ബോൾ ഇതിന്റെ അടിയിൽ നിന്ന് എങ്ങനെ എടുക്കാനാ? ഇത്രയും ആഞ്ഞു ബോൾ അടിക്കാൻ നിന്നോട് ആരാ ചുൾബുൾ പറഞ്ഞത്? ഞാൻ നോർമൽ ആയിട്ടുള്ള കിക്കാ അടിച്ചത്. അല്ലെങ്കിൽ തന്നെ നിനക്കറിയാമല്ലോ, ഞങ്ങള് ഡോങ്കികളുടെ ഒക്കെ കിക്ക് എന്ന് പറഞ്ഞാ ഭയങ്കര പവർഫുൾ ആയിരിക്കുമല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പൊ ഇതിന്റെ അടിയിൽ നിന്ന് ബോൾ എങ്ങനെയാ എടുക്കുന്നേ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടോന്ന് നിങ്ങളൊന്ന് ചുറ്റും നോക്കിക്കോ. ഇന്നത്തെ പ്രഭാതം വളരെ മനോഹരമായിട്ടുണ്ട്. എന്റെ കാറിന് ഇത് എന്ത് പറ്റി? ജിന്റു, ജഡാങ്കളിതേ മുകളിന്ന് വന്ന് വീണു. അയാള് ഞങ്ങളെ കണ്ടു കഴിഞ്ഞ ആകെ പ്രശ്നവും. വേഗം ഒന്ന് അപ്രത്യക്ഷമാക്ക്. ഇപ്പൊ ചെയ്യാം ബോസ്. എന്റെ കാറ് എവിടെ പോയി? ജിന്റു, കാറിനെ തിരിച്ചു കൊണ്ടുവാ. ഞങ്ങളെ അപ്രത്യക്ഷമാക്കേണ്ടത് കാറിനെ അല്ല. എന്റെ കാറ്, എന്റെ ഒരേ ഒരു സ്നേഹമയമായ കാർ ഇതെവിടെ പോയി? ജിണ്ടു, ആ ചഡ്ഡയുടെ കാറിനെ വേഗം തിരിച്ചു കൊണ്ടുവാ. അതിനിപ്പോ എന്താ, കൊണ്ടുവരാലോ. ബണ്ടിയുടെ മമ്മി. നിനക്ക് ഒരിക്കലും ഒരു കാര്യം ശരിയായി ചെയ്യാൻ അറിയില്ലേ? എല്ലാം പഴയതുപോലെ നോർമലാക്ക്. നീ അതിന് എപ്പോഴെങ്കിലും ശരിയായ ഓർഡറുകൾ തന്നിട്ടുണ്ടോ? ആദ്യമേ പറയണ്ടേ കാറിനെ അല്ല നിന്നെയാണ് അപ്രത്യക്ഷമാക്കണ്ടെന്ന്? എനിക്കിതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ബണ്ടിയുടെ മമ്മി. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത പോലെ കാലത്ത് നിലവിളിക്കുന്നത്? കാരണം എന്റെ അടി തൊട്ട് മുടി വരെയുള്ള നീളം ഒരടിയായി ചുരുങ്ങി പോയല്ലേ. ദേ കണ്ടില്ലേ? അല്ല,
ഇതെന്താ സംഭവിച്ചത്? എവിടെ? എന്റെ കാർ അവിടെയാണല്ലോ. അപ്പൊ പിന്നെ ഞാനിതെല്ലാം ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കുമോ? എനിക്കൊന്നും പറ്റിയില്ല വണ്ടിയുടെ മമ്മി. എനിക്ക് തോന്നുന്നത് ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കുമെന്നാണ്. നിങ്ങൾ അച്ഛനും മോനും ഒരേ പോലെ തന്നെയാ. ചിലപ്പോ അവൻ ശല്യപ്പെടുത്തും, ചിലപ്പോ നിങ്ങൾ.